നമ്മുടെ പനിസ്ഥലത്തിന്റെ മാവുമ്മേ കണ്ട ഈ സൗണ്ട് മുഴുവൻ ഇതില് പോ പെളിക്കുട്ടി ഇതില് വാ പെളിക്കുട്ടി ഇതില് ഇങ്ങനെ. അതായത് സ്മിത ശരിക്കുമ്പോ കോമാളിനെ പോലെയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ ആയോട്ടാ. നമ്മുടെ പനിസ്ഥലത്തിന്റെ മാവുമ്മേ കണ്ട ഈ സൗണ്ട് മുഴുവൻ മാങ്ങ വീണതാട്ടാ. ഒരു കാറ്റൊന്നും ഇങ്ങനെ കൊഴിയും. അപ്പൊ ഷീറ്റ് അടിച്ചിട്ടുണ്ട്, അത് മിക്ക് വീണിട്ടാണ് ഇങ്ങോട്ട് താഴേക്ക് വീണേ. അപ്പൊ ഞാൻ കുറച്ച് മാങ്ങപ്പഴം പറക്കാൻ വേണ്ടി വന്ന് നോക്കണേട്ടാ. ഞാൻ പനിസ്ഥലത്ത് കയറിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കട്ടെ. പ്ലേറ്റ് എടുക്കാണ്ട് പോന്നു പെട്ടെന്ന്. അയ്യോ നമ്മുടെ തലയിലേക്ക് വീഴും. ആ കവറല്ലേ, ഞാനേ പെട്ടെന്ന് കവർ എടുക്കാനേ വിട്ടുപോയി. നമ്മുടെ പനിസ്ഥലത്തെ കുട്ടിയേട്ടാ, അവനെ ഞാൻ കിണ്ണ അവിടെ നിന്ന് എടുത്തു തന്നെ ഉണ്ടപ്പോഴേ എനിക്കൊരു കവർ കൊണ്ടുവന്നതാ. നീങ്ങിക്കട്ടെ, തലയിലേക്ക് വീഴാ. ഇനി വീട്ടിലേക്ക് പോവാ. നമ്മളുണ്ടല്ലോ മാങ്ങ പറക്കിയിട്ട് വരുമ്പോൾ നോക്കി നമ്മുടെ റോട്ടിൽ കൂടെ നടന്ന് കുഞ്ഞേട്ടൻ്റെ മുറ്റത്തേക്ക് കയറി പോണോട്ടെ മയില്. നമ്മളെ മയിലിൻ്റെ സൗണ്ട് കേൾക്കാറുണ്ട്, പക്ഷെ ഇന്നിതാ നേരിട്ട് കാണാൻ പറ്റി. വലിയ മയിലാട്ടാ. ഇന്ന് നമുക്ക് കൊള്ളി പറിക്കണം, പക്ഷെ അതിന് മുന്നേ ആയിട്ടുണ്ടല്ലോ പയർ നടാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷായട്ടിനാണെങ്കിൽ എനിക്ക് അവിടെ പയർ നടാനുള്ള തടമൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഷായട്ടിനവിടെ കളിക്കണമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാട്ടോ. ഷായട്ടിന്ന് കുറേ നേരത്തെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇന്ന് ഒത്തിരി നേരത്തെ ഇറങ്ങിയില്ല ഷായട്ടേ, വെയിലില്ല. അപ്പൊ കുറേ നേരം ഷേട്ട് പറമ്പില്. ഞാൻ പഴക്കളയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴേക്ക് രണ്ട് തട ഷേട്ട് പയർ നടാനുള്ളതായിട്ട് അതേ ഇങ്ങനെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. എന്താ നമ്മളെ മാക്സിമം ഹൈറ്റ് കൂടിയിട്ടാണ് പയർ നടേണ്ടത്. കാരണം നമുക്കറിയാം മഴക്കാലമാണ് വരുന്നത്, വെള്ളം നിൽക്കും നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ അറിയാം. എങ്കിലും നമുക്ക് എല്ലാ വട്ടം എങ്ങനെ വെള്ളം നിന്നാലും നമുക്ക് ആവശ്യത്തിന് പൊട്ടിക്കാനുള്ള പച്ചക്കറിക്ക് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് ഷേട്ടിന് നല്ല ഹൈറ്റിലേക്ക് മണ്ണിട്ടിട്ട് ആക്കിയിട്ടുള്ളത്. പയർ നട്ടു കൊടുക്കണം. അപ്പം ഞാൻ രണ്ട് തടനില്ല ആക്കണല്ലോ ഷേട്ടാ, മതി. ആ പയർ അപ്പം നമുക്ക് നട്ടു കൊടുക്കാം. വെള്ളത്തിലിട്ട് വയ്ക്കും നമ്മൾ ഇത്തിരി നേരം. അപ്പം ഞാൻ എടുത്തിട്ട് തരട്ടെ. നമ്മളെ രണ്ട് തരം പയറായിട്ടാണ് നടുന്നത്. വയലേറ്റ് കുറ്റിപ്പയറും അതേപോലെ തന്നെ നമ്മുടെ പച്ച കുറ്റിപ്പയറും. അപ്പോൾ വയലേറ്റ് കുറ്റിപ്പയറിൻ്റെ മണികൾ ഇതേപോലെ കേട്ടാ ഉണ്ടോ. അതേപോലെ തന്നെ പച്ച കുറ്റിപ്പയറിൻ്റെ വിത്ത് ഇതേപോലെ. അപ്പം നമ്മൾ നടണേക്കാളൊക്കെ ഒരു 10 മിനിറ്റ് മുന്നേ മാത്രം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും. ഇനിയിപ്പോൾ നട്ടു കൊടുക്കാം. അധികം താഴ്ത്തില്ല, വെറുതെ ഇങ്ങനെ ഒന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ വിരലുകൊണ്ട് കുത്താൻ മടിയില്ലാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് വിരലുകൊണ്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഒരു മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് പതുക്കെ തട്ടി കൊടുക്കുക. വിരലുകൊണ്ട് ഇങ്ങനെ കുത്താൻ മടി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു വടി എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ആക്കുക. എന്നിട്ട് നട്ടു കൊടുക്കാം. ഒരു 4 വരി ഒരടി വിട്ടിട്ട് 4 വരി നടാവുന്ന രീതിയിലാട്ടാ എനിക്ക് സൈഡ് തടാക്കി തന്നിട്ടുള്ളത്. നമ്മളേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പയർ നടണത് അവിടുത്തെ പറമ്പിൽ. അതുമേ മുട്ടയ്ക്ക് വന്നു തുടങ്ങിയിട്ടാ, പൂ വിരിയാറായിട്ടുണ്ട്.
അപ്പം നമ്മുടെ പയർ തണ്ടല് കഴിഞ്ഞു. ഞാൻ ലിഷായിട്ടാ നമ്മുടെ മുളകിൻ്റെ കടക്കിലത്തെ പുല്ല് വലിക്കാനായിട്ട് പോണേ. എൻ്റെ ആവശ്യമില്ലല്ലോ ഇനി ഇവിടെ. അപ്പം അതിനു മുന്നേ നമ്മുടെ പേളിക്കുട്ടീനെ കഴിഞ്ഞ ഇതിൽ ചോദിച്ചു, പേളിക്കുട്ടീനെ കാണാനില്ലോ എന്ന് ഞാൻ കാട്ടിത്തരാം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ അതിൽ നട്ടിട്ടുണ്ടായിരുന്നത് കൂർക്കത്തലയാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് നട്ടേൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണ്ടായിരുന്നു അത് ഞാൻ വല്ല ചാക്കിലോ ഒക്കെ ആയിട്ട് വെക്കുകയെന്നുള്ളത്. പക്ഷെ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ചട്ടിയിലാട്ടാ. അതെ, ഒരു 4 ചട്ടിയിൽ വെക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം ഇനി പേളിക്കുട്ടീന് മക്കളെയും കാട്ടിത്തരാം. പേളിക്കുട്ടീനെ മക്കളുടെ അടുത്തേക്ക് അയച്ചു വിടാണ്ട, അവൾക്ക് ഒരു തൊയിരം കൊടുക്കില്ല. നോക്കി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പാല് കുടിക്കണം അവിടെ. കണ്ടോ നമ്മുടെ പേളി മക്കളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണല്ലോ അവസ്ഥ. ചെക്കന്മാർ വലുതായി, പക്ഷേ പാല് കൂടി നിന്നിട്ടില്ലേ 7 പേരുടെയും ഞെക്കി വലിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേളിക്കുട്ടി പാവം ഒന്ന് ഇവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടുന്ന് ഞാൻ തന്നെ പറയും പേളിക്കുട്ടി പൊക്കോ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ഓടിപ്പോയിട്ടൊക്കെ പിന്നെ നമ്മളവളെ ചങ്ങലേക്ക് ഇടാണ് ചെയ്യണേ. ഓടുമ്പോൾ ഞണ്ട് കൊടുക്കും. അവളാണെങ്കിൽ മക്കളുടെ അടുത്തേക്ക് ഓടി വലിച്ച് പാവം തോന്നും. ഒല്ല പൊന്നോ ചിടാ, നമുക്കെല്ലാം പാവം തോന്നും. കുടിക്കുന്ന വേണ്ട നോക്കി ചെക്കന്മാർ വലിച്ചു കുടിക്കണേൻ്റെ ഭംഗി. ഞണ്ട് കിടക്ക നോക്ക്, ഇവരമ്മയുടെ പകുതിയായി എന്നിട്ടാണ് ഈ ഞണ്ട് കിടക്കണേ. അല്ലേ പൊന്നോ? രക്ഷപ്പെട്ടോ പേളിക്കുട്ടിയെ? രക്ഷപ്പെട്ടോ പേളിക്കുട്ടി രക്ഷപ്പെട്ടോ? അമ്മയുടെ ഞാൻ ഓർമ്മയ്ക്ക് രക്ഷപ്പെടാ പറയുമ്പോ വായ പേളിക്കുട്ടി രക്ഷപ്പെട്ടോ? ഇതിൽ പോയ പേളിക്കുട്ടിയെ? അയ്യോ, ചില ദിവസം അവൾ കൂട്ടാക്കില്ല കേട്ടോ. ഇത്തിരി കൂടി നേരം കുട്ടിയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ചില ദിവസം നമ്മൾ പറയുമ്പോഴേക്ക് ഓടും. പേളിക്കുട്ടി വയ്യോ പോ, നമുക്ക് ഇതിൽ പോ വയ്യോ പേളിക്കുട്ടി ഇതിലെ വാ പേളിക്കുട്ടി ഇതിലെ വാ രക്ഷപ്പെട്ടോ? ആ പേളിക്കുട്ടി രക്ഷപ്പെട്ടു. ഇനി മക്കളെ കൊണ്ടിങ്ങോട്ട് വരാം. വാടാ എല്ലാവരും ഇങ്ങോട്ട് അയ്യോ അമ്മ പോയിട്ട് വരട്ടെ. വാടാ സങ്കടമൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ ഇതിലിഞ്ഞി. അമ്മ പോയി എൻ്റെ വാ. അവരുടെ സ്ഥലമാണ് ഇവിടെ. എല്ലാ സ്ഥലങ്ങളും വലിച്ച് വാരിയിട്ട് നമ്മുടെ ഈ പരിസരത്തൊരു ഭംഗി നോക്കിയേ. രാവിലെ അടിച്ച് വൃത്തിയാക്കിയിട്ടോ ഞാനൊരു വിട്ട് കഴിഞ്ഞ് ഇതാണ് ഇവിടെ അംഗം. പിന്നെ രാത്രിയിൽ വീണ്ടും ഒരടിച്ച് വാരലൊക്കെ ആയിട്ടുണ്ട്. ചില ദിവസം രാത്രി തന്നെ അടിച്ചു വരും, ചില ദിവസം പിറ്റേ ദിവസം കാലത്ത് ഒരു വിടണേക്കാളും മുന്നേ അടിച്ചു വരും. എന്താ രസം നോക്കിയേ. വായോ സങ്കടം ഉള്ളവരൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുക. വാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പേളിക്കുട്ടിയുടെ മക്കളുടെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് മുളകിൻ്റെ അവിടെ കുറച്ച് പുല്ല് പറിക്കണ്ടല്ലോ, നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഇവരോട് നിൽക്കട്ടെ. ഇതൊക്കെ ഇവരുടെ പണിയായിട്ടാ. ഞാൻ പറഞ്ഞ് തോറ്റു നോക്കിയേ. എൻ്റെ ചെടികളുടെ കൊമ്പുകളൊക്കെ ഒടിച്ച് മുറിച്ച് കിട്ടുള്ള ചപ്പും ചവറും. ഈ ചെടിയൊക്കെ എന്ത് ഭംഗിയായിരുന്നു. ഇപ്പോൾ ചെടിയുമ്പോൾ തൊടുമ്പോൾ അടിയെന്ന് പറയുന്നുണ്ട്. ഇല്ലടാ കുട്ടപ്പയ്യ് എൻ്റെ അല്ലുമോളിട്ടാ നമ്മുടെ പറമ്പിൽ കണ്ടപ്പോഴേ ഓടി വന്നതാ. ഇവൾക്ക് ചുറ്റുവട്ടത്ത് നടക്കാൻ തീരെ ഇഷ്ടമല്ല. അവർ കിടന്ന് ഓടണ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. മോൾക്ക് ഭയങ്കര ക്ഷീണം, നല്ല വെയിറ്റുള്ള മോളായിരുന്നു. എന്താ ചെയ്യുക, അവൾക്ക് ആലോചനയാന്ന് തോന്നുന്നുണ്ട് ക്ഷീണിക്കണേ. പിന്നെ ഒരു നേരമാണ് ഭക്ഷണം കഴിക്കണുള്ളൂ, ബാക്കി നേരം ഒരു സാധനം കഴിക്കണില്ല. എന്തൊരു ചെയ്യുക. പൊന്നോ നല്ല ഇഷ്ടമുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ അവളുടെ ആ ഇഷ്ടം ചില സമയത്ത് എൻ്റെ അടുത്ത് എന്താ പറയുക ഇങ്ങനെ കാണിക്കണേ. ഇന്നിപ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്നു, കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ കയ്യിലേക്ക് വന്ന്. എൻ്റെ പൊന്നു ഇല്ല പഴങ്കണ്ട ഞാൻ നിലത്ത് വയ്ക്കാം കേട്ടോ. പഴങ്കണ്ട എൻ്റെ മോളവിടെ കൊണ്ടിരുത്താം. വാ മോളവിടെ കൊണ്ടിരുത്താം. ആ കരയണ്ട നമ്മുടെ വീട്ടിൽ പോയിരിക്കാടാ. അലുക്കല്ലും ഇരുന്നാൽ മതി പൊന്നുണ്ണെ. ആ ഇവിടെ ഇരുന്നോ, അങ്ങനെ ഇവിടെ ഇരുന്നോ കേട്ടാ. ഇവിടെയാണ് കേട്ടോ നമ്മൾ വൃത്തിയാക്കണത്. ഇപ്പം എന്നിട്ടാണെങ്കിലേ ഒരു ഭാഗത്തെ പുല്ല് വലിച്ച് വൃത്തിയാക്കി ഓരോ ഭാഗത്തു നിന്ന് വരുമ്പോഴേക്കും അടുത്ത സൈഡിൽ പുല്ലിങ്ങനെ വളർന്നു തുടങ്ങും. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകും തൈ എന്നോട് വെച്ച് കൊടുത്തോളാം കണ്ട. അപ്പോൾ ഈ മുളകും തൈയുടെ ഇടയിലൊക്കെ ചീര വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചീര പറിച്ച് കളഞ്ഞു നമ്മൾ. ഇനി ഇതൊന്ന് വൃത്തിയാക്കി വരെ കടക്കിലേക്ക് പതുക്കെ ചെത്തി കൂട്ടി വരെ കടക്കിലേക്ക് തന്നെ മണ്ണിടും. ഇങ്ങനെ ചെത്തി കൂട്ടുന്ന പുല്ല് നമ്മൾ അങ്ങനെ കുടഞ്ഞിട്ടതാ ഇവരെ കടക്കിലിക്കാനായിട്ട് കൊടുക്കും.
ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ അവരെ കടക്കിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കും. ഇതേപോലെ കേട്ടാ. ഇന്നലെ നല്ലൊരു മഴ കിട്ടി. അത് കാരണം ചില പുല്ലും കടകൾ നമുക്ക് വലിക്കാനായിട്ട് സുഖമായി കിട്ടുന്നുണ്ട്. ചിലത് നമ്മൾ കൈക്കോട്ടുകൊണ്ട് തന്നെ പതുക്കെ ചെത്തണം. ഇതേപോലെ നമ്മൾ മണ്ണിട്ട് കൊടുക്കൂട്ടാ. ഓരോ പുല്ലും കട ചെത്തി കഴിഞ്ഞാലും ആ പുല്ലും കട അവരെ കടക്കിലേക്ക് തന്നെ ഇടും. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ മണ്ടും. പിന്നെ നമ്മൾ മുളകിന് ചെയ്യണത് നമ്മൾ ചവറിട്ട് കൊടുക്കില്ല. അപ്പം ഇതൊക്കെ നമ്മൾ മുന്നിൽ കൊണ്ടുപോയിട്ടുള്ള ചവറുണ്ട്. അതാണ് ഈ മാവിൻ്റെ ഇലകൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോഴേ ഞാൻ പറയാറുണ്ടല്ലോ, ഇത് ഷായിട്ടിനെ കൊണ്ട് പറ്റില്ല. ഓരോന്നിൻ്റെ കടക്കിലുള്ള പുല്ല് ഇപ്പം എന്നെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഇത്രയധികം പുല്ല് കൂടുതൽ വരുമ്പോൾ നമ്മൾ ഇവരെ കടക്കിട്ട് കൊടുക്കില്ല കേട്ടോ. കാരണം ഇത് ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ മുളയ്ക്കും, എങ്ങനെ മണ്ണ് മുകളിലിട്ടാലും. അപ്പോൾ ഇത് നമ്മുടെ തെങ്ങിന് കടക്കിലേക്കിടും. കുടഞ്ഞെടുക്കും. ഇനി അതേപോലെ തന്നെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ പുതിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട ഉണ്ടായിരുന്നു നമ്മുടെ ആഫ്രിക്ക മല്ലി. അപ്പോൾ ഇതിൻ്റെ കടക്കിൽ കുറച്ച് പുല്ല് വന്നിട്ടുണ്ട്. എന്നും പുല്ല് വലിക്കലുണ്ടാവും കേട്ടോ. നമുക്ക് പുല്ല് വലിക്കാത്ത ഒറ്റ ദിവസം ഉണ്ടാവില്ല. ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. കൈ കൊണ്ടൊന്ന് പിടിക്കാറാവുമ്പോൾ മാത്രം നമ്മൾ പുല്ല് വലിക്കാൻ തുടങ്ങുള്ളൂ എന്ന് മാത്രം. നമുക്ക് ആഫ്രിക്ക മല്ലി അപ്പുറത്ത് കുറേ ഉണ്ട്. തന്നെ മുളച്ചിട്ടുള്ളതാ. തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് പെട്ടാൽ മതി. പിന്നെ അവരത് ഇങ്ങനെ കണ്ടത് ഈ സംഭവം ഉണ്ടായിരുന്നു കണ്ടത്. ഇതുമെന്ന് ഇങ്ങനെ വിത്ത് വീണിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഭാഗം ഫുള്ളാവും. അപ്പോൾ ഇതിൻ്റെ കടയ്ക്കിൽ കുറച്ച് പുല്ലുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഈ ഒരു ഭാഗം അങ്ങനെ വൃത്തിയാക്കൽ കഴിഞ്ഞു. ഇവിടെ കുറച്ചുകൂടി കുടഞ്ഞെടുക്കാണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഇത് നമ്മളവിടെ ചെന്ന് നമ്മൾ ദിവസം നനയ്ക്കണ കാട്ടിലേ നനവ് വരുമ്പോഴേക്കും ഇവർക്ക് പൊടിക്കുകയെ നന്നായി കുടഞ്ഞ് തന്നെ എടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരു പണി കഴിഞ്ഞു. ഇനി ഞാനേ കൈയ്യരിക്ക് വന്നിട്ട് ഒരു കാര്യം കൂടി പറയാം കേട്ടോ. പറയാനുണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല കേട്ടോ. നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ഒരു കമൻറ്റാണ്. അതായത് സ്മിത ശരിക്കുമ്പോൾ കോമാളിനെ പോലെയാണ്. അതിപ്പോൾ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ശരിക്കുമ്പോൾ അങ്ങനെയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് വരുന്ന കമൻറ്റ്. ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നതേ ഞാൻ നെഗറ്റീവൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. അത് ആ വഴിക്ക് വിടും. നെഗറ്റീവ് എനിക്ക് വരാറേ ഇല്ല. എനിക്കറിയാം 2-3 പേര് ഞാൻ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് ഇടുന്നവരുള്ളൂ. ബാക്കി ആരും നെഗറ്റീവ് ഇടുന്നില്ല. ഞാൻ കാര്യമാക്കാവില്ല. പക്ഷേ ഇപ്പോൾ ഇയാളുടെ പേര് ലളിത തമ്പാൻ എന്നാട്ടാ ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചി ഒരു പക്ഷേ ഞാൻ ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല. ആളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്കറിയാം എന്നെ കാണാനായിട്ട് ഇപ്പോൾ ഇത്രയ്ക്കുള്ളൂ എന്നുള്ളത് അറിയാം. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. പിന്നെന്താ, ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാൻ നമുക്ക്. നമ്മുടെ ചുവപ്പ് ചീര എല്ലാ വീഡിയോയിലും ഞാൻ ചുവപ്പ് ചീരനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെങ്കിൽ കതിര് വരുന്നേ ഇല്ലേ നമ്മൾ ഈ ചുവപ്പ് ചീരയ്ക്ക് 4 മാസത്തിനേക്കാളും കൂടുതലായി ഇപ്പോഴും അതേപോലെ നിൽക്കണം. എപ്പോഴും ഇനിക്കൊണ്ടിരിക്കട്ടെ നമ്മൾ അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ ഇത് നട്ടു കൊടുത്തിട്ടുള്ളത് നമ്മുടെ കുക്കമ്പർ, പിന്നെ അതേപോലെ നമ്മുടെ കൊത്തമ്പര, ഇതൊക്കെ ഷായിട്ട് കടക്കിലേക്ക് മണ്ണിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഞാനിത് ഈ കൊള്ളി ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊള്ളിക്ക് കുറേ ചില്ലകൾ വന്നിട്ടുണ്ട്. ആദ്യം ഇതൊക്കെ കളയട്ടെ. എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഷായിട്ടിനെ വിളിക്കൂട്ടാ.
ഷായിട്ട് അപ്പുറത്തുണ്ടല്ലോ. ഇങ്ങനെയല്ല തെങ്ങിൻ്റെ ഇടയ്ക്ക് ഇരുത്തെ. നമുക്ക് വലിക്കാൻ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മഴ പെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പം അതിൻ്റെ ഒരു മണ്ണളൊക്കെ ഉണ്ടാവുമല്ലോ. നോക്കട്ടെ. അയ്യോ പൊട്ടാന്ന് തോന്നുന്നുണ്ട്. ഷായിട്ടിനെ വിളിക്കുമോ നല്ലത്. ഷായിട്ടിനെ വിളിക്കാം, അത് പൊട്ടിക്കാണ്ട് കിട്ടും തോന്നുന്നുണ്ട്. നോക്കട്ടെ. ഇപ്പുറത്തും കൂടി ഒരു കൊള്ളി നിൽക്കണേ. ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഇത് ഇപ്പുറത്തും ഉണ്ട്, പക്ഷെ അതിനുള്ളിൽ ഒരെണ്ണം പൊട്ടിയിരിക്കുന്നുണ്ട്. അത് ഞാൻ കൈക്കോട്ടെടുക്കട്ടെ. ഉണ്ടാ ഒരെണ്ണല്ല കേട്ടോ, 2 എണ്ണം പൊട്ടിയിട്ടുണ്ട്. ഉള്ളി പൊരിക്കുക. മുകളിൽ മാത്രം മഴ പെയ്തിട്ട് മണ്ണുകളൊക്കെയുള്ള അടിയിലേക്കൊക്കെ കണ്ട നല്ല തറഞ്ഞ കിടക്കണേ. അതാണ് കിട്ടത്ര ബുദ്ധിമുട്ട്. ഞാനേ ഷായേട്ടൻ അവിടെ ഒരു പണി കഴിക്കല്ലേ, ഞങ്ങൾ 2 പേരും കൂടി നിൽക്കുമ്പോഴേ ഒരുമിച്ച് കുറേ കാര്യങ്ങൾ കഴിയും. അത് ഞാൻ പിന്നെ ഷായേട്ടനെ ഞാൻ വിളിക്കണ്ടെന്ന് വെച്ചതാ. ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് ഈ കൊള്ളിയുടെ അടിയിലേക്ക് പോയിരിക്കുക. അതാണ് അതുകൊണ്ട് പറക്കേണ്ട വരാമോ. ഇതാ ഇപ്പം നോക്കിയപ്പോൾ കുഴപ്പമില്ല. വേണ്ട ഇത് 2 എണ്ണം ഇതാ ദൈവടത്തിയാണ് പൊട്ടിയിട്ടുള്ളത്. 2 എണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. വേണ്ട അപ്പോൾ ഇത് നല്ല കൊള്ളിയല്ലേ. ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മളന്ന് ഇത്തിരി വെണ്ണീറൊക്കെ ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാ. ഒരു കൂട്ടം കൂട്ടിയിട്ട് 2 തറിങ്ങനെ കുഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതവിടെ മണ്ണിട്ട് നിർത്തുക ഞാൻ, ഇന്ന് ആവശ്യമില്ലേ. ഇനിയിപ്പോൾ കൊള്ളി മാത്രമല്ല, നമ്മുടെ ചെറിയ 2-3 ഫ്രൂട്ട്സുകളും പൊട്ടിക്കാനുണ്ട്. അപ്പോൾ കൊള്ളി ഇവിടെ ഇരിക്കട്ടെ. കൊള്ളി ഇവിടെ വയ്ക്കണില്ല, കഴുകാൻ കൊണ്ടേക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സ് പൊട്ടിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കൊള്ളി വിട്ടിരുന്ന് വെള്ളം മാറട്ടെ. ഇവിടെ കഴുകിയിട്ടുണ്ടെങ്കിൽ എന്തൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ആൾക്കാരുടെ ചുറ്റും ഒന്ന് വെള്ളം ഒഴിച്ച് കളയണം. കാരണം അത്രയധികം മണ്ണാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിങ്ങനെ കട്ട പിടിച്ചോണ്ടിരിക്കുകയെ. അപ്പോൾ നമ്മുടെ ഈ കാര്യം കൂടി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് പൊട്ടിക്കാൻ പോവാം. രണ്ട് പപ്പായ പൊട്ടിക്കാനുണ്ട്. ഈ പപ്പായയുടെ കാലം കഴിഞ്ഞു തുടങ്ങി തോന്നുന്നുണ്ട്. ശരി, ഇവിടെ നമ്മുടെ
പൈനാപ്പിൾ നിൽക്കണ തന്നെ കാലുമ കുത്തുക. നിലത്ത് വീഴുതേ ഭാഗ്യം. എന്തോരം പൊട്ടിക്കാം. ഈശ്വര എത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് പപ്പായ പൊട്ടിക്കണേന്ന് തോന്നുന്നുണ്ട്. എത്താൻ വേണ്ടിയിട്ടേ വലിച്ചപ്പോൾ എൻ്റെ കയ്യൊരു ഉളുക്കാവെന്ന് വിചാരിച്ചു ഞാൻ. ഇത് നമ്മുടെ റംബുട്ടാട്ടാ. ഈ റംബുട്ടാൻ നമ്മുടെ ഫസ്റ്റിലുള്ള വലിയ മരത്തില്ലേ അതുമുള്ള റംബുട്ടാൻ്റെ പോലെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നല്ല വലിപ്പുള്ള കായായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതല്ല നമ്മുടെ ചേട്ടനെ റംബുട്ടാൻമേ പാലിടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ലാന്നേ. ഇത് പിന്നെ ചെറുതാന്ന് എനിക്ക് കുഴപ്പമില്ല. മറ്റേത് ഭയങ്കര വലിയ മരത്തുമ്പോൾ നിറച്ചെല്ലാം നിൽക്കണേ. എന്താ പറ്റിയ ചേട്ടനെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. ഇത് മഞ്ഞ റംബുട്ടാനാട്ടാ. ഇത് പഴുത്ത് വരുമ്പോൾ നല്ല മഞ്ഞ കളറായിട്ടിരിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ പീനട്ട്. പീനട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പീനട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ള ഫ്രൂട്ട്സുകളെ പോലെയല്ല ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ പേർക്ക് പീനട്ടിനോട് വലിയ കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ഇത് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പച്ചക്കപ്പലിൻ്റെയൊക്കെ തിന്നാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ആ ഒരു കപ്പലിൻ്റെ രസമാണ്. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം ഞാനിത് പഴുത്തതൊക്കെ നോക്കി മാത്രം പൊട്ടിച്ചെടുക്കട്ടെ. ഒത്തിരി പീനട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്യാവശ്യത്തിന് കുറച്ചേ പൊട്ടിച്ചെടുക്കണുള്ളൂ കേട്ടോ. കാരണം എന്താ പറയുക, സ്ഥിരം വന്ന് തിന്നണ കിളികളുണ്ട്. ഇത് മാത്രം ആഗ്രഹിച്ച് വരുന്നത് അവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഇതേപോലെ തിന്നു പോരും. കൂരിയാണ് തിന്നു പോണേ. കണ്ട ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ട ഇങ്ങനെ കഴിച്ച് പോവും അവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത്തിരി നിർത്തുന്നുണ്ട്. നമ്മുടെ റംബുട്ടാനില്ലേ എന്ന് പറയല്ലേ ഞാൻ, ഇതേ റംബുട്ടാനാണ് ഇതാ നിൽക്കുന്നത്. ഇപ്പം ഇത്രേ പൊട്ടിക്കണുള്ളൂ കേട്ടാ. ഇതാ റംബുട്ടാനാണ് അത്. റംബുട്ടാൻമേ അല്ലേ നന്നായിട്ട് നമുക്ക് റംബുട്ടാൻ ഉണ്ടായിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ഉണ്ടായത് ഇതാ പഴുത്ത് തുടങ്ങി. പക്ഷെ അണ്ണാമാർ തിന്നു തുടങ്ങി. നമുക്കിത് എന്താ ഒരു വഴിയില്ല. കിട്ടിയാൽ മതിയായിരുന്നു ഈ പ്രാവശ്യം. ഞാൻ വലയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ റംബുട്ടാൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പോലെ ഇതേപോലെ ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല. കുറച്ചേ കിട്ടുള്ളൂ നമുക്ക്. അണ്ണാമാരെ തിന്നിട്ടുണ്ടല്ലോ തോട് അവിടെ നിർത്തും. അതിനുള്ളിൽ ഇതൊക്കെ കുരടക്കം തിന്നും. അത് എന്തൊരു വലിപ്പമുള്ള നല്ല വലുതാണ് നമ്മുടെ ഈ റംബുട്ടാൻ. നല്ല നല്ല റെഡായിട്ടിരിക്കുകയും ചെയ്യും പഴുത്ത് വരുമ്പോൾ. ഇപ്പം എനിക്ക് തോന്നുന്നത് അതുമ്പോൾ നിൽക്കണം മുകളിലൊക്കെ നിൽക്കണത് അവർ കടിച്ചിട്ടേ അതിൻ്റെ എന്താ പറയുക തോട് ചുവപ്പ് കളറായി വെക്കുക. അല്ലാണ്ട് അത് അത്ര വലുതായിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ റംബുട്ടാൻ്റെ വിശേഷം. നമുക്ക് ഈ വട്ടയെങ്കിലും കിട്ടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടൻ വന്ന് വലയിട്ട് തന്നെ കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ അത്യാവശ്യമുള്ള വേറൊരാളും കൂടി ഉണ്ട്. നമ്മുടെ ചൈനീസ് ഓറഞ്ച് ഇതാ ഇന്ന് ഇത്തിരി വെള്ളം ഉണ്ടാക്കി കുടിക്കണം. ചൈനീസ് ഓറഞ്ച് കൊണ്ടേ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ പൊതിനല്ല ഇട്ടാൽ മതി. അപ്പോൾ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുതൽ തോന്നും. ചൈനീസ് ഓറഞ്ചിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ഓറഞ്ചാട്ടാ. ഈ കാണുന്നതില്ലേ ഇതൊക്കെ ഓറഞ്ചുകളാണ്. ഈ കാണുന്നത് ഈ നിൽക്കുന്നതൊക്കെ ഓറഞ്ചാണ്. നിറച്ച് ഒരു സെയിം പ്രായക്കാരാണ് എല്ലാവരും. ഇതൊക്കെ ചൈനീസ് ഓറഞ്ച് സാധാരണ ഓറഞ്ച് നമ്മൾ തൊട്ട് വെച്ച് കൊടുത്തോണേ. അപ്പം ഇന്ന് ഇത്രയ്ക്കൊക്കെ പൊട്ടിക്കണുള്ളൂ. പിന്നെ നമ്മുടെ പേരക്കയുമ്പോൾ നിറച്ച് പേരക്കായ ഉണ്ടായി തുടങ്ങിയിട്ടാ. തുരുതുരാന്നുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചെറുതുകളൊക്കെ ഇങ്ങനെ നിറച്ചായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക വലുതുണ്ടാവണത് ഈ പറഞ്ഞ പോലെ നമ്മുടെ
അണ്ണാനാണ് കൂടുതലും കൊണ്ടുപോകണത്. അത് എന്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റണ്ടേ, അണ്ണ അതുമ്പോൾ വന്നിരുന്ന് ഇങ്ങനെ തൂങ്ങി തൂങ്ങി തിന്നണത്. അപ്പം ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോകുന്നത് നമ്മുടെ കൊള്ളി കൊണ്ടുള്ളതാണ് കേട്ടോ. ഇന്ന് ഞാനുണ്ടല്ലോ കൊള്ളി കൊണ്ടുള്ള മസാല കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊള്ളി എന്ന് പറയണ കാരണമാണ്, ചില സ്ഥലങ്ങളിൽ കപ്പ എന്നാണ് പറയുക. അപ്പോൾ നമുക്കിതാ കൊള്ളി ഒന്ന് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇതേപോലെതാ നമ്മൾ നുറുക്കിയെടുക്കണത് കേട്ടോ. അപ്പോൾ കൊള്ളിയുടെ ഉള്ളിലുള്ള ഇങ്ങനത്തെ ഞാരുണ്ട്, അത് നമ്മൾ കളയണം കേട്ടോ. ഇതേ ഉണ്ടോ, ഇതേപോലെ ഞാര് പോലെ ഉണ്ടാവും. ഈ ഞാര് നമ്മൾ എടുക്കില്ല. ഞാനുണ്ടല്ലോ ഇതാ കൊള്ളിയൊക്കെ ഇതാ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം നോക്കി നമ്മൾ പറഞ്ഞല്ലോ അതേ കണ്ട ഇതേപോലെ നാരുണ്ടാവും, അത് നമ്മളിതാ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കൊള്ളിയൊക്കെ നന്നായിട്ട് കഴുകി കൊണ്ടുവരാം. നമ്മളുണ്ടല്ലോ ഇതാ കൊള്ളിയൊക്കെ ഇതാ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൊള്ളിയൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത്തിരി വലിയ പെട്ടെന്നാവാനായിട്ട് ഈ അടുപ്പാണ് നല്ലത്. തീയൊക്കെ കുറച്ച് കൂടുതൽ കത്തുന്നത്. അപ്പോൾ നമുക്കിതാ തീ കത്തിച്ച് നമ്മുടെ കൊള്ളിതാ വേവാൻ വെച്ചിട്ടുണ്ട്. വെള്ളം കൊള്ളി വേവാനല്ല, നമ്മുടെ കൊള്ളി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഊറ്റി കളയണം. അതിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. കൊള്ളിയൊക്കെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഉണ്ടാ ഇതേപോലെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിൽ നിന്ന് വെള്ളം നമുക്ക് ഊറ്റി കളയണം. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഞാൻ വെള്ളം ഒന്ന് ഊറ്റി കളയട്ടെ കേട്ടോ. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വെള്ളം ഊറ്റി കളയാം ഇങ്ങനെയാട്ടാ, ചെടിച്ച് പിടിച്ചിട്ട്. നമുക്കത് അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ ചോറ് ഊറ്റണ അരിപ്പോണ്ട് ഊറ്റിയിട്ട് പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇതാ നോക്കിയേ, വെള്ളം ഊറ്റി വന്നപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമ്മുടെ കൊള്ളിയിരിക്കണേ. ഇനി നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമുക്കിതാ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മസാലകളൊക്കെ വഴറ്റിയെടുക്കേണ്ടതാണ്. അത് കാരണം തന്നെ ഒരു 5 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നു. അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് കടുക്, ഒരു 3 വറ്റമുളക് നമ്മൾ നടുമുറിച്ചിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു തക്കോലം, 3 ഗ്രാമ്പു, ഒരു 5-6 നമ്മുടെ കുരുമുളക്, പിന്നെ അതിങ്ങനെ പിടിച്ച് അത്രയും കിട്ടും, അത്രയും പെരിഞ്ചീരകം, പിന്നെ നമ്മുടെ കറുകപ്പട്ടയുടെ ഇല, ഇത്രയും കറുകപ്പട്ട നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പെരിഞ്ചീരകമൊക്കെ ഇതാ പൊട്ടി കഴിയുന്നതോട് കൂടി തന്നെ നമുക്ക് ഒരു മീഡിയം വലിപ്പമുള്ള 3 സവാളയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. കനം കുറവിൽ അതിട്ട് കൊടുക്കാം. സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഇട്ടിട്ട് ഇതാ ഇതേപോലെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മളതിലേക്ക് ഇതാ പച്ചമുളകും അതേപോലെ തന്നെ ഇതാ ഒരു 12 വെളുത്തുള്ളി ചതച്ചതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതാ 2 ടീസ്പൂൺ ഇഞ്ചിയാണ് ഇതാ ചെറുതായിക്ക് നുറുക്കിയെടുത്തതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കുണ്ടല്ലോ ഇതാ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കൊള്ളിയായി കാരണേ എരു പെട്ടെന്ന്
പിടിക്കും. അപ്പം മുളകൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൂ. അവരാരുടെ എരിവിനനുസരിച്ച് ഇതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ പൊടികളിലത്തെ പച്ച കുത്തൊന്ന് പോണ വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല കേട്ടോ. അപ്പോൾ ഈസ്റ്ററിൻ്റെ ചിക്കൻ മസാലയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിതാ 1 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്കുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം നമ്മളിതാ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. കാരണം നമ്മൾ കൊള്ളി എന്ന് പറയുന്നത് വെക്കണത് ഇത്തിരി അഴവിൽ വെക്കുന്ന ഒരു കൊള്ളിക്കറിയാണ്. നല്ലൊരു കുഴമ്പ് രൂപത്തിൽ, അന്ന് അതിനേക്കാൾ ഇത്തിരി ചാറോട് കൂടിയിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ. അതായത് കട്ടുമല്ല, അത് നല്ല ചാറുമല്ല, ആ ഒരു രീതിയിൽ. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മളിതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നോക്കിയേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ 3 കതിര് കറിവേപ്പിലയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച കൊള്ളി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊള്ളി ഇടുമ്പോൾ കണ്ട ഇതേപോലെ മുങ്ങി കിടക്കാവുന്ന രീതിയിലാണ് നമ്മളിതാ കൊള്ളി ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അതല്ല, ഇതിനും കൂടുതൽ ചാറ് വേണമെന്ന് തോന്നാണ്, അതല്ല ഇത്തിരി വേവാത്ത കൊള്ളിയാണ്, വേവാൻ സമയം എടുക്കും, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കൊള്ളിയൊക്കെയായിട്ട് നമുക്കറിയാം നന്നായി പെട്ടെന്ന് തന്നെ വേവണ കൊള്ളിയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു തള തിളച്ചപ്പോൾ എൻ്റെ കൊള്ളി ഏതാണ്ട് കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ കിടന്ന് 2 തള വരുമ്പോഴേക്കും നല്ലോണം പാകത്തിനുള്ള വേവാകും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. ഉപ്പ് നമ്മളിതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കതിലേക്ക് ഉണ്ടല്ലോ ഒരു 1/4 ടീസ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ തന്നെ മൂടി വയ്ക്കുക കേട്ടോ. കൊള്ളിയോടി ഇരുന്ന് വേവട്ടെ. നമ്മൾ കൊള്ളിയൊക്കെ ഇട്ടിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനുണ്ടല്ലോ തീ കുറവിൽ വെച്ചിട്ടാട്ടോ ഇനി ഞാൻ കൊള്ളി വേവിച്ചെടുക്കണേ. നമുക്കുണ്ടല്ലോ കൊള്ളിയൊക്കെ ഇപ്പോൾ നമ്മുടെ വെന്തിട്ടുണ്ടാവും. നോക്കിയേ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടേ ഈ ഒരു രീതിയിലാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ നമ്മളൊരു 1/4 ടീസ്പൂണ് മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1 ടീസ്പൂണ് മസാലയും കൂടി ഈ സമയത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ തീ കുറവിൽ ഒന്ന് തുറന്ന് വെക്കുകയാണ് ചെയ്യണേട്ടാ. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളുണ്ടല്ലോ തീ കുറവിൽ വെച്ചിട്ട് നോക്കിയാൽ എണ്ണയൊക്കെ ഇതേപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്ര ഉള്ളോട്ട് നമ്മുടെ കറി വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടോ ഇതേപോലെയാണ് ഇരിക്കുക. അധികം ചാറുമില്ല, അന്ന് തീരെ കട്ടിയല്ലാത്ത ഒരു രീതിയിൽ, അതായത് ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിലേക്കും എല്ലാത്തിനും പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. നമ്മുടെ ഈ കപ്പ കൊണ്ടുള്ള ഈ കറി. കപ്പ ഞാൻ കുറേ പേർക്ക് കൊള്ളി എന്ന് പറഞ്ഞാൽ അറിയാത്ത കാരണം കേട്ടോ വീണ്ടും കപ്പാന്ന് എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായറ്റിനെ പിടിച്ചിട്ട് കേട്ടോ. ഇത്തിരി ആവി വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കറി നോക്കിയേ അടിപൊളി സാധനം കാണുമ്പോൾ തന്നെ.
ചൂടുണ്ട് ഷേട്ടാ, ചൂടുണ്ട്. ഷായട്ടിന് പോവാൻ ധൃതിയുണ്ട്, അത് ധൃതിയാണ് ഷായട്ടത്തിൽ കാണിക്കണത്. അടിപൊളിയാ. ശരിക്കൊരു ചിക്കൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് ഇതിന്. എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി കറി കേട്ടാ. അപ്പോൾ കൊള്ളിക്കുണ്ടെങ്കിൽ, നമ്മൾ കൊള്ളിന്ന് പറയാ, കൊള്ളിക്കുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് നോക്കിയോളെ. രാവിലേക്കും എനിക്ക് ഉച്ചയ്ക്ക് തന്നെയാ, ചോറിന് തന്നെയാ, വൈകിട്ടും തന്നെ, ചപ്പാത്തിക്ക് 3 നേരം തന്നെയാ. കാരണം ഈ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാം, അവർ പുട്ടുണ്ടാക്കി കഴിക്കാം, അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന ഒരു കറിയാണിത്. നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ.